കൂരിരുളിൻ പടവിൽ മുന്നിൽ മിന്നിത്തെളിയാൻ പൊന്നിൻ താരത്തിരിയായി നീ. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പോലും മദ്യലഹരിയിൽ അവരുടെ അമ്മമാരോടൊപ്പം എൻ്റെ മുമ്പിലേക്ക് വന്ന ഒരു കാഴ്ചയാണ്. ഞാൻ ആകെ വല്ലാതെ തകർന്നു പോയി. കാരണം നമ്മളൊക്കെ ജനപ്രതിനിധികളാകുന്നതിൽ എന്ത് കാര്യം, എന്ത് മാറ്റമാണ് നമ്മൾക്കൊക്കെ ചെയ്യാൻ സാധിക്കുക എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടു. പക്ഷെ അന്ന് ഞാനെടുത്തൊരു തീരുമാനം, സദ്ഗ്രാമം എന്ന പേരിൽ നമ്മളുടെ പട്ടികജാതി പട്ടികവർഗ എല്ലാ ഗ്രാമങ്ങളെയും നമുക്ക് ദത്തെടുക്കണം, നമുക്ക് എംപവർ ചെയ്യണം, നമുക്ക് ശക്തിപ്പെടുത്തണം. രവിയേട്ടൻ ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു പോരാട്ടമാണ് നിങ്ങളൊക്കെ ഈ തരത്തിലെത്തിയത്. ഇപ്പോൾ ഇവിടെ ഉണ്ണിക്കുട്ടനെ കാണുമ്പോൾ, രാജുവിനെ കാണുമ്പോൾ എൻ്റെ മനസ്സ് നിറയും. കാരണം കുട്ടികൾ മാറ്റമുണ്ടാക്കുകയാണ്. ഈ കുട്ടികളുടെ മാറ്റത്തിന് വേണ്ടിയാണ് 5 കൊല്ലം ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് ഞാൻ പെരിന്തൽമണ്ണയ്ക്ക് വേണ്ടി ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ ഉത്തരം ഈ കുട്ടികളുടെ മുഖമാണ്, ഇവരെ പോലെയുള്ള മക്കളുടെ മുഖമാണ്. ഞാൻ ആ കുട്ടികളുടെ ജീവിതം മാറ്റാനാണ് ഈ 5 കൊല്ലവും പ്രവർത്തിച്ചിട്ടുള്ളത്. പലതരത്തിലുള്ള കുട്ടികൾ. ഏറ്റവും ഒടുവിൽ നിയമസഭയിൽ ഈ സായി കേന്ദ്രത്തിനെ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു. അടുത്ത തവണ ഞാൻ ജയിച്ചു വന്നാൽ എൻ്റെ ആദ്യത്തെ പരിശ്രമം സായി കേന്ദ്രം പോലെ ഇതുപോലെ അനാഥരായ അബലകളായ നമ്മുടെ ഗോത്രവർഗത്തിൽപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഗ്രാൻഡ് വാങ്ങിച്ചു കൊടുക്കലാണ് എൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം. ഞാൻ ജീവിതം കണ്ട് വളർന്ന ഒരാളാണ്. ഞാൻ ആളുകളുടെ കൂടെ ജീവിച്ച് തന്നെ പോയ ഒരാളാണ്. ഇവിടെ നിൽക്കുമ്പോഴും നിങ്ങളെ കാണുമ്പോഴും എനിക്ക് നിങ്ങൾ എൻ്റെ കുട്ടികളാണ്. ഞാൻ എൻ്റെ കുട്ടികളായിട്ടേ കണ്ടിട്ടുള്ളൂ. കാരണം നമ്മൾ ഒരുമിച്ചല്ലേ ജീവിച്ചത്. ഞാൻ രവിയേട്ടനോട് പറഞ്ഞു, നമുക്ക് രാജുവിനെയും അതുപോലെ തന്നെ ഉണ്ണിക്കുട്ടനെയും നമുക്ക് സിവിൽ സർവീസ് കോച്ചിങ് സെന്ററിലേക്ക് വിടണം, അവർ PG കഴിയട്ടെ എന്നാണ് രവിയേട്ടൻ പറഞ്ഞത്, അല്ലേ ഉണ്ണിക്കുട്ട? തീർച്ചയായിട്ടും നമുക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന്, ഇതെൻ്റെ ഒരു സ്വപ്നമാണ്. നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്താലും വേണ്ടില്ല, നിങ്ങൾ കുറച്ച് അധ്വാനിക്കണം, എന്നിട്ട് സായി കേന്ദ്രത്തിൽ നിന്നൊരു IAS ഉണ്ടാകണം എന്നത് എൻ്റെ ഒരു സ്വപ്നമാണ്. അതിനുള്ള എല്ലാ സംവിധാനവും സൗജന്യമായി ഞാൻ തന്നോളും. എത്ര വർഷം എടുത്താലും കുഴപ്പമില്ല, അത് ഞാൻ പഠിപ്പിച്ചോളും. ഞാൻ നേരത്തെ പറയുന്ന ഒരു കാര്യമാണ്, അത് എൻ്റെ ഒരു സ്വപ്നമാണ്. അമ്മമാർക്ക് ഇവരെ ഒരു ടൂളായിട്ട് ഉപയോഗിച്ച് കരിങ്കലത്താണി അങ്ങാടിയിലേക്ക് വിട്ട് കുർക്കുറു മാത്രം കഴിച്ചിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ ജീവിച്ച ഒരുപാട് കുട്ടികളുണ്ട്. മാൽന്യൂട്രീഷൻ ഉണ്ടായ കുട്ടികളുണ്ട്. ആ കുട്ടികളൊക്കെ ഇവിടെ എത്തിച്ച് ഇങ്ങനെ മാറ്റിയെടുത്ത്, നമ്മളിന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോയില്ലായിരുന്നോ? അല്ലേ? അടിപൊളിയല്ലായിരുന്നോ? ഇങ്ങനെ നിങ്ങളുടെ കാലമാണ് കുട്ടികളെ, നിങ്ങളുടെ കാലമാണ്. അടുത്ത 5 വർഷം നമ്മൾ തറയിട്ട് വെച്ചതെല്ലാം കെട്ടിടങ്ങളായി മാറും. ആ കെട്ടിടങ്ങൾക്കകത്ത് നിങ്ങൾ സിഗ്നേച്ചറുകളായി തിളങ്ങി നിൽക്കും. ആ ദിവസത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം.